ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി ആശയവിനിമയം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ യാത്ര ഓരോ ഇന്ത്യക്കാരനും വേണ്ടിയുള്ളതെന്ന് ശുഭാംശു. ഇന്ത്യയിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്കിൽ 78% കുറവ് വന്നതായി ഐക്യരാഷ്ട്രസഭ. കേരള സർക്കാരിന്റെ സാർവത്രിക പാലിയേറ്റീവ് കെയർ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. ഇസ്രയേൽ ഇറാൻ സംഘർഷശേഷവും ഗൾഫ് മേഖലയിലെ വികിരണ തോത് സാധാരണ നിലയിൽ തുടരുന്നതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആശയവിനിമയം നടത്തി. വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി ശുഭാംശുവുമായി സംസാരിച്ചത്. ബഹിരാകാശത്താണെങ്കിലും ശുഭാംശു ഇന്ത്യയുടെ വളരെ അടുത്താണെന്നും 140 കോടി ഇന്ത്യക്കാരുടെയും മനസ്സിൽ ശുഭാംശു ഉണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. शुभांशु नमस्कार. नमस्कार. आप आज मातृभूमि से, भारत भूमि से सबसे दूर है, लेकिन भारतवासियों के दिलों के सबसे करीब है और आपकी यात्रा नए युग का शुभ आरंभ भी है. इस समय बात हम दोनों कर रहे हैं, लेकिन मेरे साथ 140 करोड़ भारतवासियों की भावनाएं भी हैं. ഇതൊരു പുതിയ അനുഭവമാണെന്നും താൻ സുരക്ഷിതനാണെന്നും ശുഭാംശു ശുക്ല പ്രതികരിച്ചു. ഓരോ ഇന്ത്യക്കാരനും വേണ്ടിയാണ് തന്റെ യാത്രയെന്നും സ്വപ്നയാത്രയ്ക്ക് അവസരം നൽകിയതിന് നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. जी प्रधानमंत्री जी, बहुत बहुत धन्यवाद आपकी विशेष का और 140 करोड़ मेरे देशवासियों की विशेष का. मैं यहाँ बिल्कुल ठीक हूँ, सुरक्षित हूँ. आप सबके आशीर्वाद और प्यार की वजह से बहुत अच्छा लग रहा है. बहुत नया एक्सपीरियंस है ये. मैं और मेरे जैसे बहुत सारे लोग हमारे देश में और हमारा भारत किस दिशा में जा रहा है. ये जो मेरी यात्रा है, ये पृथ्वी से ऑर्बिट की 400 किलोमीटर तक की जो छोटी सी यात्रा है, ये सिर्फ मेरी नहीं है. मुझे लगता है कहीं ना कहीं हमारे देश की भी यात्रा है. ബുധനാഴ്ചയാണ് ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാംശു ശുക്ലയെയും വഹിച്ച് ആക്സിയം 4 ദൌത്യം വിജയകരമായി വിക്ഷേപിച്ചത്. 1984-ൽ സോവിയറ്റ് ദൌത്യത്തിന്റെ ഭാഗമായി വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ ബഹിരാകാശ യാത്ര നടത്തിയതിന് 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനാണ് ക്യാപ്റ്റൻ ശുക്ല. വികസനവും പൈതൃകവും ഒരുപോലെ സ്വീകരിച്ച് ഇന്ത്യ മുന്നോട്ട് പോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രമുഖ ജൈന ആത്മീയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമായ ആചാര്യ വിദ്യാനന്ദ് ജി മഹാരാജിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്കിൽ 78% കുറവുണ്ടായതായി ഐക്യരാഷ്ട്രസഭ. ആഗോളതലത്തിൽ ഇത് 61%. ഐക്യരാഷ്ട്രസഭയുടെ 2024 റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്ത് നവജാത ശിശു മരണനിരക്കിലും 70% ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുജറാത്തിലെ ഗോധ്രയിൽ ശ്രീ ഗോവിന്ദ് ഗുരു വിശ്വവിദ്യാലയത്തിലെ വിവിധ പദ്ധതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. പുതുതായി നിർമ്മിച്ച മികവിന്റെ കേന്ദ്രം, മിയാവാക്കി മാതൃക വനം, ജലസംഭരണി, കായിക സമുച്ചയം എന്നിവ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അഹമ്മദാബാദിലെ അഡാറോഡ ഗ്രാമത്തിലെ സഹകരണ സമുച്ചയവും ജുവാൾ ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത പദ്ധതികളിൽ ഉൾപ്പെടുന്നു. സമാധാനകാലത്തും യുദ്ധസമയത്തും ഇന്ത്യയെ ഐക്യത്തോടെ നിലനിർത്തിയത് ഭരണഘടനയാണെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ്. ശക്തമായ ഭരണഘടന രൂപപ്പെടുത്താൻ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ കഠിനാധ്വാനം നടത്തിയതായി ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. നാഗ്പൂർ സർവകലാശാലയിലെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ലോ സ്കൂൾ ക്യാമ്പസിൽ രാജ്യത്തെ പ്രഥമ ഭരണഘടന ആമുഖ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രയേൽ ഇറാൻ സംഘർഷശേഷവും ഗൾഫ് മേഖലയിലെ വികിരണ തോത് സാധാരണ നിലയിലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ മരിയാനോ ഗ്രോസി. 12 ദിവസത്തെ സംഘർഷം ഇറാനിലെ വിവിധ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശമുണ്ടാക്കിയിരുന്നു. 48 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ശൃംഖലയായ അന്താരാഷ്ട്ര വികിരണ നിരീക്ഷണ സംവിധാനത്തിൽ നിന്നുള്ള വിവരങ്ങളിൽ അസാധാരണമായ ഒന്നും തന്നെയില്ല എന്ന് ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ പറഞ്ഞു.
മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ പരാഗ് ജെയിൻ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് റോയുടെ പുതിയ സെക്രട്ടറിയാകും. നിലവിലെ സെക്രട്ടറി രവി സിംഹ സ്ഥാനമൊഴിയുന്ന പശ്ചാത്തലത്തിൽ 2 വർഷ കാലയളവിലേക്കാണ് നിയമനം. പഞ്ചാബ് കേഡറിലെ 1989 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് ശ്രീ പരാഗ് ജെയിൻ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പുനഃപരിശോധന ആരംഭിച്ചു. നിലവിൽ 243 നിയമസഭാ മണ്ഡലങ്ങളിലായി 7,89,00,000-ലധികം വോട്ടർമാരാണ് ബീഹാറിലുള്ളത്. വയോധികർ, രോഗികൾ, ഭിന്നശേഷിക്കാർ, ദരിദ്രർ, കരുതൽ വേണ്ട മറ്റു വിഭാഗങ്ങൾ എന്നിവരെ സഹായിക്കാൻ 1,00,000-ലധികം സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 123-ാം പതിപ്പാണിത്. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. മൻ കി ബാത് രാജ്യത്തെ അടിസ്ഥാന വർഗ ജനവിഭാഗങ്ങളുടെയും യുവാക്കളുടെയും ശബ്ദമായി മാറിയെന്ന് കേന്ദ്ര സഹമന്ത്രി പബിത്ര മാർഗരേറ്റ. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മേരാ യുവഭാരത് സംഘടിപ്പിച്ച തിരുവനന്തപുരം ജില്ലാതല മൻ കി ബാത് ടാലന്റ് ഹണ്ട് സീസൺ 5-ന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാർ നടപ്പാക്കുന്ന സാർവത്രിക പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെയും കേരള കെയർ പാലിയേറ്റീവ് ശൃംഖലയുടെ പ്രവർത്തനത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പാലിയേറ്റീവ് കെയർ സേവനങ്ങൾ സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണെന്ന ബോധ്യത്തിലൂടെ മാത്രമേ ഇത്തരം സംരംഭങ്ങൾ പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാലിയേറ്റീവ് കെയർ എന്നത് ഒരു സാമൂഹിക മനസ്ഥിതിയായി ഉയർന്നു വരേണ്ടതുണ്ട്. അത്തരമൊരു പൊതുബോധത്തിലേക്ക് നമ്മുടെ സമൂഹം ഉയരേണ്ടതുണ്ട്. സർക്കാർ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാൽ സമൂഹമാകെ ഇതിൽ നല്ല രീതിയിൽ പങ്കുവഹിക്കുന്നിടത്തെത്തണം. ഇത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്ന ബോധ്യം ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിലെ വിവിധയിടങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ചരിത്രപരമായ കുതിച്ചുചാട്ടത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിക്കുകയാണെന്ന് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. ഇതു സംബന്ധിച്ച അന്താരാഷ്ട്ര തൊഴിൽ സംഘടനാ ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് F. ഹൌങ്ബോയുടെ പ്രസ്താവന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. കരുത്തുറ്റതും ഏവരെയും ഉൾക്കൊള്ളുന്നതുമായ സാമൂഹിക സുരക്ഷാ വലയം കെട്ടിപ്പടുക്കുന്നതിൽ ഇന്ത്യയുടെ പരിവർത്തന യാത്രയെ ILO ഡയറക്ടർ ജനറൽ പ്രകീർത്തിച്ചു. In India, for example, a regional forum on responsible business practices for inclusive and sustainable society brought forward very concretely and now with 10 well-documented case studies on how we expand social justice through the responsible business. വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. 5 മത്സരങ്ങളാണ് ഇംഗ്ലണ്ടിൽ നടക്കുന്ന പരമ്പരയിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 2 മുതൽ 5 രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അർജന്റീന, ബ്രസീൽ, നമീബിയ എന്നിവിടങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ 8 ദിവസത്തെ സന്ദർശനം. കാർഷിക വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൃഷിഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള മാതൃകാ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക, വനങ്ങൾക്ക് പുറത്ത് മരങ്ങളുടെ വ്യാപനം വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുക, തടി ഇറക്കുമതി കുറയ്ക്കുക, സുസ്ഥിര ഭൂവിനിയോഗം ഉറപ്പാക്കുക തുടങ്ങിയവ ലക്ഷ്യമാക്കിയാണ് നിയമം ആവിഷ്കരിച്ചത്. 19ാം ധീവര ദിനാചരണത്തിന്റെ ഭാഗമായി അഖില കേരള ധീവര സഭയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ പങ്കെടുത്തു. പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ ഹാളിലാണ് സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചത്. എറണാകുളത്തെ ചെല്ലാനത്ത് ആധുനിക തീരദേശ മത്സ്യഗ്രാമം പദ്ധതി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന മന്ത്രി സജി ചെറിയാനും ചടങ്ങിൽ പങ്കെടുത്തു. ഗാസയിൽ ഇന്നലെ രാത്രി മുതൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 49 പേർ കൊല്ലപ്പെട്ടു. അതേസമയം സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വെടിനിർത്തൽ സംബന്ധിച്ച് ധാരണയുണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും.
അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി ആശയവിനിമയം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ യാത്ര ഓരോ ഇന്ത്യക്കാരനും വേണ്ടിയുള്ളതെന്ന് ശുഭാംശു. ഇന്ത്യയിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മരണനിരക്കിൽ 78% കുറവ് വന്നതായി ഐക്യരാഷ്ട്രസഭ. കേരള സർക്കാരിന്റെ സാർവത്രിക പാലിയേറ്റീവ് കെയർ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11-ന്. ഇസ്രയേൽ ഇറാൻ സംഘർഷശേഷവും ഗൾഫ് മേഖലയിലെ വികിരണ തോത് സാധാരണ നിലയിൽ തുടരുന്നതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി. വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.